നെസ്റ്റോല് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാൻ വേണ്ടി വന്നപ്പോഴാണ് ഒരു അത്ഭുത ഫ്രൂട്ട് ഇവിടുത്തെ ജനറൽ മാനേജറാണ് പറഞ്ഞല്ലേ കാണാനിട വന്നത്. കാരക്കന്റെ വലിയ രൂപം അല്ലേ? ടാമറില്ലോ ഫ്രൂട്ട്. ടാമറില്ലോ ഫ്രൂട്ട് എന്നാ പറയാ. ഇത് പ്രമേഹ രോഗികൾക്കൊക്കെ പ്രമേഹ രോഗിക്ക് അതുപോലെ വെയിറ്റ് ലോസിനൊക്കെ നല്ലതാണ്. കുറെ പേര് വന്ന് വാങ്ങാൻ, കുറെ പേര് കസ്റ്റമറൊക്കെ എൻകറേജ് ചോദിച്ചു വന്ന. അപ്പൊ ഇതിന്റെ രുചി എന്താണെന്ന് ചെറിയൊരു പുളിയും മധുരം കൂടിയിട്ടുള്ള ഒരു ഐറ്റം. എന്തായാലും ടേസ്റ്റിയാണ്. ജ്യൂസ് അടിച്ചൊക്കെ കഴിക്കാം. ജ്യൂസ് അടിച്ച് ബ്ലഡ് പ്രഷർ കുറക്കാൻ, ഡയബറ്റീസിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ക്യാൻസർ പ്രിവെന്റ് ചെയ്യാനൊക്കെ നല്ലതാണ്. ക്യാൻസർ പ്രിവെന്റ് ചെയ്യാൻ. പിന്നെ വെയിറ്റ് ലോസിനാണ് ഏറ്റവും ഉപകാരപ്രദം. എന്താ ഗ്രീൻ ടൊമാറ്റോ? ഗ്രീൻ ടൊമാറ്റോ, ട്രീ ടൊമാറ്റോ എന്ന് പറയും. ഗ്രീൻ ടൊമാറ്റോ, പിന്നെ ടാമറില്ലോ ഫ്രൂട്ട്. എന്തായാലും ഭയങ്കര സംഭവമാണ്. ഇതിന്റെ ഒരു മലയാളം പേര് എന്താണെന്ന് കിട്ടാതിരിക്കുമ്പോൾ റിയാസ് വന്നിട്ട് എന്താ മരത്തക്കാളി പിടിച്ചിട്ടാണോന്ന് ചോദിച്ചത്. മരത്തക്കാളി എന്നാ പറയല്ലേ? മരത്തക്കാളി എന്ന് പറയാം. എന്തായാലും ടാമറില്ലോ അല്ലെങ്കിൽ മരത്തക്കാളിയെ കുറിച്ച് കുറച്ച് പഠിച്ചു കേട്ടോ. മൂപ്പർ എവിടെ നിന്ന് എത്തിയെന്നറിയാം? ന്യൂസിലാൻഡിൽ നിന്ന്. ലോകത്തിൻ്റെ പല ഭാഗത്തും ഈ തക്കാളി വളരുന്നുണ്ട്. ഈ ടാമറില്ലോയിൽ ഏതൊക്കെ വൈറ്റമിൻസ് അടങ്ങിയതെന്ന് അറിയോ? വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്. പിന്നെ ഇതിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. ഈ പൊട്ടാസ്യമാണ് ഇത് ഹൃദയത്തിന് ഏറ്റവും പ്രൊട്ടക്ഷൻ നൽകുന്നൊരു കാര്യം. ടാമറില്ലോയിൽ ഒരുപാട് കരോട്ടിനോയിഡ്സും ഫ്ലവനോയിഡ്സും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാക്കി നശിപ്പിക്കുന്നത് തടയാൻ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളാണ്. ഈ ഒരു ടാമറില്ലോയിൽ സോഡിയത്തിൻ്റെ അളവ് കുറവാണ്. നമുക്കറിയാം സോഡിയത്തിൻ്റെ അളവ് കൂടിയാലാണ് നമ്മൾ രക്തപ്രഷർ കൂടി നിൽക്കുക. എന്നാൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുതലായിട്ടുണ്ട് താനും. പൊട്ടാസ്യം എന്ത് ചെയ്യും? നമ്മുടെ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാൻ സഹായിക്കും. അപ്പോൾ ബ്ലഡ് പ്രഷർ ഉള്ളവർക്കൊക്കെ ഈ ടാമറില്ലോ ഫ്രൂട്ട് കഴിക്കുന്നത് ഒരുപാട് സഹായകരമാവും കേട്ടോ. ഇപ്പോൾ ദഹനത്തിന് വേണ്ടിയിട്ട് ഇതെങ്ങനെ സഹായിക്കുക? ഈ ടാമറില്ലോ ഫ്രൂട്ടിൽ ഒരുപാട് നാരടങ്ങിയിട്ടുണ്ട്, ഫൈബേഴ്സ്. ഞാൻ അറിഞ്ഞിടത്തോളം ഏറ്റവും കൂടുതൽ വെയിറ്റ് ലോസിന് വേണ്ടിയാണ് ഈ ഒരു ഫ്രൂട്ട് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് വെയിറ്റ് ലോസിന് ഉപയോഗിക്കുന്നത്? ഇതിലെ ടോട്ടൽ കലോറി എടുത്തു കഴിഞ്ഞാൽ വളരെ കുറവാണെന്നുള്ളതാണ്. അതുമാത്രമല്ല വെയിറ്റ് ലോസിന് സഹായിക്കുന്ന നാരും ഇതിലടങ്ങിയിട്ട്. ഇപ്പം നമ്മളൊരു 100 ഗ്രാം ടാമറില്ലോ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന കലോറി വെറും 31 കിലോ കലോറിയാണ്. ഇത്രയും കുറച്ച് കലോറിയേ എത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഇപ്പോൾ ഒരു 100 ഗ്രാം നിങ്ങൾ ചോക്ലേറ്റ് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് ഏതാണ്ട് 650ഓളം കലോറി എത്തും എന്നുള്ളതുകൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം അപ്പോൾ എത്രമാത്രം കുറവാണെന്നുള്ളത്. ടാമറില്ലോയിൽ ഒരുപാട് വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ തൊലിയുടെ സൗന്ദര്യം നിലനിർത്താൻ അനിവാര്യമാണ്. കാരണം നമുക്കറിയാം നമ്മുടെ തൊലിയുടെ സൗന്ദര്യത്തെ കൊളാജൻ ഫൈബറുകൾ ആണ്. ഈ കൊളാജൻ ഉൽപ്പാദനത്തിന് ഈ 2 വൈറ്റമിനും ഏറ്റവും അനിവാര്യമാണ്. വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ എന്തായിരിക്കും ഉപകാരം? നമ്മളിപ്പോൾ കുറേ ഫ്രൂട്ട്സിനെ കുറിച്ചൊക്കെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എല്ലാവർക്കും ഊഹിക്കാവുന്നേ ഉള്ളൂ. വൈറ്റമിൻ സിയിലൂടെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ നല്ല കാര്യക്ഷമമായി നിലനിർത്താനും ഇത് ഉപകാരപ്രദമാണ്. തീർച്ചയായിട്ടും ടാമറില്ലോ ഫ്രൂട്ടൊക്കെ കൃഷി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞറിയിക്കുക. നമുക്കതിനെക്കുറിച്ചൊക്കെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് അറിയേണ്ടതുണ്ട്.